മാധുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. മാധുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയുടെ സ്നേഹവും സാന്നിധ്യവും അനുഭവിച്ചറിയുന്ന നഴ്സസ് ടൈമിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ കൊച്ചുത്രേസ്യ പറയുന്നു, സ്വർണത്തിൻ്റെ ഒരു കുസ്തോതിയിൽ ഇടം പിടിക്കാനല്ല ഈശോ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത്, മറിച്ച് ആത്മാവാകുന്ന മറ്റൊരു സ്വർഗം കണ്ടെത്തുന്നതിന് വേണ്ടിയാണ്. ഇന്ന് സ്നേഹബഹുമാനപ്പെട്ട സ്റ്റാൻലിൻ വർഗീസ് അച്ഛനോടും അലൈൻ നഴ്സസ് മിനിസ്ട്രി സഹോദരങ്ങളോടും ചേർന്ന് ഈ ദിവ്യകാരുണ്യ ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ ഈശോ നമ്മിലും ഒരു സ്വർഗം കണ്ടെത്തട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം ദൂരം നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം ദൂരം നിറങ്ങി നീ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ഞങ്ങളോടുള്ള അനന്തമായ സ്നേഹത്തെ പ്രതി അപ്പത്തിൻ്റെ രൂപം സ്വീകരിച്ച് ഞങ്ങളോടൊപ്പമായിരിക്കുവാൻ ആഗ്രഹിച്ച് പരിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിയിരിക്കുന്ന ദിവ്യകാരുണ്യ ഈശോയെ, ഞങ്ങളങ്ങയെ സ്നേഹിക്കുന്നു, ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. ഏറ്റവും പ്രിയപ്പെട്ട ഈശോയെ, അങ്ങയോടൊപ്പമായിരിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും നീ പേര് ചൊല്ലി വിളിച്ചതാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. പെറ്റമ്മ മറന്നാലും മറക്കാത്ത സ്നേഹമായി ഈശോയെ, ലോകമെമ്പാടുമുള്ള എല്ലാ നേഴ്സുമാർക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കുവാൻ അവിടുന്ന് നൽകിയ ഈ അവസരത്തിനും ആയുസ്സിനും ആരോഗ്യത്തിനും ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കുരിശോളം ഞങ്ങളെ സ്നേഹിച്ച് ഞങ്ങളുടെ പാപങ്ങളെ പരിഗണിക്കാതെ ഞങ്ങളുടെ കുറവുകളെയെല്ലാം നിറവുകളാക്കി മാറ്റി എപ്പോഴും മാറോട് ചേർത്ത് പിടിക്കുന്ന ദിവ്യ സ്നേഹമേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈശോയെ, നിൻ്റെ അനന്തമായ സ്നേഹത്തെയും കരുണയെയും കൃപയെയും ഓർത്ത് ലോകമെമ്പാടുമുള്ള എല്ലാ നേഴ്സുമാരോടും ചേർന്ന് സ്വർഗത്തിലുള്ള സകല വിശുദ്ധരോടും മാലാഖമാരോടും ഒന്ന് ചേർന്ന് ഞങ്ങൾ നിന്നെ സ്തുതിച്ചാരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ടു ജീസസ്. ഈശോയെ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ടു ജീസസ്. ഈശോയെ നന്ദി. ഈശോയെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു ഈശോയെ. പാപത്താൽ ഞാൻ തകർന്നിടുമ്പോ രക്ഷിക്കാൻ നിൻ കരം നീട്ടണേ. പാപത്താൽ ഞാൻ തകർന്നിടുമ്പോ രക്ഷിക്കാൻ നിൻ കരം നീട്ടണേ.
എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. സ്നേഹം തന്നെയായ ഈശോയെ, ലോകമെമ്പാടുമുള്ള എല്ലാ നേഴ്സുമാരെയും ഈ സമയം നിൻ്റെ തിരുഹൃദയത്തിൽ ഞങ്ങൾ ചേർത്ത് വയ്ക്കുന്നു. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തതല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങയുടെ ശുശ്രൂഷ ദൗത്യത്തിലേക്ക് അവിടുന്ന് വിളിച്ചു ചേർത്ത ഓരോ നേഴ്സിനെയും ഈ സമയം ഈശോയെ നീ അനുഗ്രഹിക്കണമേ. ശുശ്രൂഷിക്കുന്ന ഓരോ രോഗിയിലും നിൻ്റെ തിരുമുഖം കാണുവാനും വേദനിച്ച് കരയുന്നവരെ സ്നേഹത്തോടും അനുകമ്പയോടും കൂടെ ആശ്വസിപ്പിക്കുവാനും ഈശോയെ നിൻ്റെ കാലുകളും കൈകളുമായി അവരെ ചേർത്ത് പിടിക്കുവാനും സഹായിക്കുവാനും നേഴ്സുമാരെ നീ അനുഗ്രഹിക്കണമേ. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിലൂടെ അവിടെ അരുളി ചെയ്തിട്ടുണ്ടല്ലോ, അവർ വിശ്വാസത്തോടെ രോഗികളുടെ മേൽ കൈകൾ വയ്ക്കും, അവർ സുഖം പ്രാപിക്കുമെന്ന്. ഈ തിരുവചനം എല്ലാ നേഴ്സുമാരിലും മാംസം ധരിക്കുവാനും അതുവഴി അങ്ങയുടെ തിരുനാമം മഹത്വപ്പെടുവാനും ഇടയാകട്ടെ. ഞങ്ങളുടെ മേലധികാരികളോടും സഹപ്രവർത്തകരോടും സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി ഇടപെടുവാനും കുടുംബങ്ങളിലും സമൂഹത്തിലും നല്ല വ്യക്തികളായി തീരുവാനും എല്ലാ നേഴ്സുമാരെയും നീ അനുഗ്രഹിക്കണമേ. അങ്ങനെ ഓരോ നേഴ്സും സ്വർഗത്തിന് ആനന്ദവും ഭൂമിക്ക് അനുഗ്രഹവും തിരുസഭയ്ക്ക് മഹത്വവുമായി തീരുവാൻ കാരുണ്യനാഥ അവിടുന്ന് സഹായിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവേ പോലെ സ്നേഹിക്കാൻ ആരും ഇല്ല. യേശുവേ പോലെ കരുതാൻ ആരും ഇല്ല. യേശുവേ പോലെ യോഗ്യനായി ആരും ഇല്ല. യേശുവേ ആരാധന ആരാധന. ദിവ്യകാരുണ്യമായി ഞങ്ങളുടെ ഇടയിലായിരിക്കുന്ന ഈശോയെ, ലോകം മുഴുവനുമുള്ള 2 കോടി നേഴ്സുമാരോട് ചേർന്ന് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുകയും സ്തുതിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു. അപ്പസ്തോല പ്രവർത്തനം 20-ാം അധ്യായം 28-ാം തിരുവചനം ഇപ്രകാരം എഴുതിയിരിക്കുന്നു: കർത്താവ് സ്വന്തം രക്തത്താൽ നേടിയെടുത്ത ദൈവത്തിൻ്റെ സഭയെ പരിപാലിക്കുവാൻ പരിശുദ്ധാത്മാവിനാൽ നിയോഗിക്കപ്പെട്ട അജപാലകരാണ് നിങ്ങൾ. ഈ വചനത്തെ ഓർത്ത് നന്ദി പറയുന്നു. സ്നേഹിത ഈശോയെ, മാമോദീസ എന്ന കൂദാശയിലൂടെ ക്രിസ്തീയ സഭയിൽ അംഗമാകുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും വിളിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഈശോയ്ക്ക് വേണ്ടി ജീവിച്ച് ഈശോയ്ക്ക് വേണ്ടി മരിച്ച അനേകം വിശുദ്ധരെ സഭയിലൂടെ ഞങ്ങൾക്ക് നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു. സുവിശേഷവൽക്കരണത്തിൽ നേഴ്സസ് മിനിസ്ട്രി കൂട്ടായ്മ സഭയോട് ചേർന്ന് നിൽക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. കത്തോലിക്ക തിരുസഭയെ സമർപ്പിക്കുന്നു. നയിക്കുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയെയും പാപ്പായുടെ എല്ലാ നിയോഗങ്ങളെയും സമർപ്പിക്കുന്നു. എല്ലാ കർദിനാളന്മാരെയും മെത്രാന്മാരെയും വൈദികരെയും സന്യസ്തരെയും അൽമായ പ്രേക്ഷിതരെയും സമർപ്പിക്കുന്നു. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറയാനും ജ്ഞാനം കൊണ്ടും വിവേകം കൊണ്ടും നയിക്കപ്പെടുവാനുമുള്ള കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകമെമ്പാടുമുള്ള നേഴ്സസ് മിനിസ്ട്രിയുടെ എല്ലാ ആത്മീയ ഗുരുക്കന്മാരെയും സമർപ്പിക്കുന്നു. അവരർപ്പിക്കുന്ന ഓരോ ദിവ്യബലിയിലും അടയാളങ്ങളും അത്ഭുതങ്ങളും രോഗശാന്തിയും സംഭവിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹ ഈശോയെ, ഞങ്ങൾ വിശുദ്ധിയിൽ ജീവിക്കുന്നതിന് വിശുദ്ധ കുർബാനയിലൂടെയും മറ്റ് കൂദാശകളിലൂടെയും ഞങ്ങളെ പരിപോഷിപ്പിച്ച എല്ലാ വൈദികരെയും സമർപ്പിക്കുന്നു. അവരെല്ലാവരും
തിരുസഭയ്ക്ക് മഹത്വവും ഈശോയ്ക്ക് സ്തുതിയും വർദ്ധിപ്പിക്കുന്ന വിശുദ്ധ വൈദികരായി ശുശ്രൂഷ ചെയ്യുന്നതിന് അവരെ അഭിഷേകം ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിളവധികം വേലക്കാരോ ചുരുക്കം, വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കാൻ വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കണമേ എന്ന് അരുളി ചെയ്ത കർത്താവേ, തീക്ഷ്ണതയും വിശുദ്ധിയുമുള്ള അനേകം യുവജനങ്ങളെ ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്നും ഇടവകയിൽ നിന്നും ദൈവത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാൻ സഭയിലേക്ക് വിളിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ ഒന്നു ചേർന്ന് അങ്ങയെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി പറയുന്ന കർത്താവേ, സ്തുതിക്കുന്ന കർത്താവേ, ആരാധിക്കുന്ന കർത്താവേ, നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദിവ്യകാരുണ്യനാഥനായ ഈശോയെ, അങ്ങയോടൊത്തായിരിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കുടുംബജീവിതം നയിക്കുന്ന ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അങ്ങ് നൽകിയ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അങ്ങ് അരുളി ചെയ്തിട്ടുണ്ടല്ലോ, മനുഷ്യനേകനായിക്കുന്ന നന്നല്ല, അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും. സ്നേഹനാഥ, അങ്ങ് ഞങ്ങൾക്ക് ദാനമായി തന്ന ഞങ്ങളുടെ ജീവിത പങ്കാളിയോട് പരസ്പരം ക്ഷമിച്ചും അവർക്ക് വിധേയപ്പെട്ടും അവരെ സ്നേഹിച്ചും ജീവിച്ച് അങ്ങനെ സ്വർഗതുല്യമായ ഒരു കുടുംബജീവിതം നയിക്കുവാൻ ലോകമെമ്പാടുമുള്ള 2 കോടി നഴ്സുമാരെയും അനുഗ്രഹിക്കണമേ. ഈശോയെ, കുടുംബസമാധാനമില്ലാത്ത എല്ലാ കുടുംബങ്ങളെയും അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് വിവാഹമോചനത്തിൻ്റെ വക്കിലെത്തിയിരിക്കുന്ന ഓരോ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ. ഈശോയെ, അങ്ങാണല്ലോ ഞങ്ങളുടെ സമാധാനം. എല്ലാവർക്കും സമാധാനം ആശംസിച്ചുകൊണ്ട് ഞങ്ങളോടൊത്തായിരിക്കുന്ന ദിവ്യകാരുണ്യനാഥനായ ഈശോയെ, അങ്ങ് ഞങ്ങളുടെ കുടുംബത്തിൽ രാജാവായി വാഴണമേ. ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സുമാരെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. അമ്മയിൽ വിളങ്ങി നിന്നിരുന്ന ആഴമായ മൗനം എന്ന പുണ്യം നൽകി എല്ലാ നഴ്സുമാരെയും അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നാഥാ നീ മാറ്റേണമേ, എന്നെ നീ മാറ്റേണമേ, പൂർണ്ണമായി മാറ്റേണമേ, അങ്ങേതായി മാറ്റേണമേ. കാരുണ്യവാനായ ഈശോയെ, അങ്ങേ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. കാരുണ്യവാനായ ഈശോയെ, അമ്മമാരായ എല്ലാ നേഴ്സുമാരെയും അങ്ങേ തിരുഹൃദയത്തിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ആരോഗ്യമുള്ള മക്കളെ നൽകി അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. സ്നേഹനാഥനായ ഈശോയെ, അങ്ങ് ശിശുവായിരുന്നപ്പോൾ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിനും മനുഷ്യർക്കും പ്രീതിയുള്ളവനായി ജീവിച്ചതുപോലെ ഞങ്ങളുടെ മക്കളെയും വളർത്തിക്കൊണ്ടുവരുവാനുള്ള കൃപ നൽകി അമ്മമാരായ എല്ലാ നേഴ്സുമാരെയും അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, മക്കളില്ലാതെ വിഷമിക്കുന്ന എല്ലാ നേഴ്സുമാരെയും സമർപ്പിക്കുന്നു. 90-ാം വയസ്സിൽ സാറായിക്ക് കുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ച ദൈവം, എലിസബത്ത് വന്ധ്യയായിരുന്നിട്ടും കുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ച ദൈവം, ഞങ്ങളുടെ മക്കളില്ലാത്ത എല്ലാ നേഴ്സുമാരെയും അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിധവകളായ എല്ലാ നേഴ്സുമാരെയും തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു. ജീവിതത്തിൻ്റെ ഒറ്റപ്പെട്ട അവസ്ഥയിലും ഈശോയെ, നീ സംരക്ഷകനായി കടന്നു ചെന്ന് അവരുടെ ആവശ്യങ്ങളിലെല്ലാം കൂട്ടാളിയായിരിക്കുവാനും
ഉത്തരവാദിത്തങ്ങളെല്ലാം നിറവേറ്റുവാനും അവരുടെ മക്കളെ ദൈവസ്നേഹത്തിൽ വളർത്തിയെടുക്കുവാനും അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രോഗികളായ മക്കളുള്ള എല്ലാ അമ്മമാരെയും സമർപ്പിക്കുന്നു. ആ മക്കളിലെല്ലാം ഈശോയെ കണ്ടുകൊണ്ട് അവരെ സ്നേഹിക്കുവാനും ശുശ്രൂഷിക്കുവാനും ഉള്ള കൃപ എല്ലാ അമ്മമാർക്കും നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ദൈവമാതാവിൽ നിറഞ്ഞു നിന്ന സ്നേഹമെന്ന പുണ്യം ഞങ്ങൾ അമ്മമാരായ ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകിക്കൊണ്ട് ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് യാചിച്ചുകൊണ്ട് ഞങ്ങൾ ഒന്നു ചേർന്ന് ആരാധിക്കുന്നു. ഹല്ലേലൂയ. ഈശോയെ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, യേശുവേ. ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന സർവശക്തനായ ദൈവമേ, കുരിശുമരണത്തോളം ഞങ്ങളെ സ്നേഹിച്ച പുത്രനായ ഈശോയെ, അനുദിനം ഞങ്ങളിലേക്ക് ഇറങ്ങി വരുന്ന അപ്പത്തിൻ രൂപത്തിലായിരിക്കുന്ന പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളങ്ങേ ഒന്നു ചേർന്ന് ആരാധിക്കുകയും സ്നേഹിക്കുകയും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഞാൻ ശാന്തശീലനും വിനീതനുമാകയാൽ എന്നിൽ നിന്ന് പഠിക്കുവിൻ, അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കുമെന്ന് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 28-29 തിരുവചനങ്ങളിലൂടെ ഞങ്ങളെ പഠിപ്പിച്ച നല്ല ഈശോയെ, അങ്ങയോടൊപ്പമായിരിക്കുവാനായി ഞങ്ങളെ പ്രത്യേകമായി തിരഞ്ഞെടുത്ത് ഒരു കൊച്ചു സമൂഹമാക്കി മാറ്റിയതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു. ഓ എൻ്റെ ഈശോയെ, ജീവിത പ്രശ്നങ്ങൾ മൂലം നാളെ എന്ത് എങ്ങനെയെന്നൊന്നും അറിയാതെ വിഷമിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ, ഞങ്ങളുടെ കൂട്ടുകാരുടെ, സഹപ്രവർത്തകരുടെ മുഖം ഒന്ന് വാടിക്കാണുമ്പോൾ എന്താണെന്ന് ചോദിച്ചറിയുവാനും കൂടെ ഇരിക്കുവാനും ആശ്വസിപ്പിക്കുവാനും അവരെ ഒന്ന് കേൾക്കുവാനും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് അവർക്ക് പ്രത്യാശയുടെ ഒരു തിരുനാളം പകർന്നു കൊടുക്കുവാൻ കർത്താവായ ഈശോയെ, ഞങ്ങളെയും ലോകമെമ്പാടുമുള്ള 2 കോടി നേഴ്സുമാരെയും അങ്ങയുടെ കരങ്ങളിലെ ഒരു ഉപകരണമാക്കി മാറ്റണമേ. അപ്രകാരം ഞങ്ങളുടെ സത്പ്രവർത്തികൾ കണ്ട് ഞങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് ഞങ്ങളുടെ വെളിച്ചം അവരിൽ പ്രകാശിക്കട്ടെ എന്ന് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5:16 ഞങ്ങളെ പഠിപ്പിച്ച ഈശോയെ, അവിടുത്തെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്കും ലോകമെമ്പാടുമുള്ള 2 കോടിയിലധികം വരുന്ന നേഴ്സുമാരിലേക്കും വർഷിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദിവ്യകാരുണ്യമാം ദൈവമേ, നിന്നിലൊന്നായി ചേർന്നിടുവാൻ ആരാധന ആരാധന ആരാധന. ദിവ്യകാരുണ്യമായി ഞങ്ങളുടെ മുൻപിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്നേഹിക്കുന്നു, സ്തുതിക്കുന്നു. ലോകം മുഴുവനും ഈശോയുടെ രക്ഷ എത്തിക്കുവാൻ, തിരുസഭയോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുവാനായി ഈ നേഴ്സുമാരെയും നേഴ്സസ് മിനിസ്ട്രി എന്ന ഈ കൂട്ടായ്മയെയും അങ്ങ് തിരഞ്ഞെടുത്തതിനെയും അതിനായി ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് ഒരുക്കുന്നതിനെയും ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. 2033 ഈശോയെ നിന്റെ മഹാജൂബിലിക്കായി തിരുസഭ ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളും ഈ നേഴ്സുമാരും ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.
ലോകമെമ്പാടുമുള്ള എല്ലാ നേഴ്സുമാരും 2033 ആണ്ടോടുകൂടി ഈശോയെ അറിയണമെന്നും ഈശോയുടെ സ്നേഹം അനുഭവിക്കണമെന്നും. അതിനാൽ ദിവ്യകാരുണ്യനാഥ, അങ്ങ് തിരഞ്ഞെടുത്ത് വളർത്തുന്ന ഈ നേഴ്സസ് മിനിസ്ട്രി എന്ന കൂട്ടായ്മയെ അങ്ങേ സന്നിധിയിൽ സമർപ്പിച്ച് ഈ സമയം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കേരളത്തിൽ നിന്നും ഒട്ടനവധി നേഴ്സുമാരെ തിരഞ്ഞെടുത്ത് അവരിൽ അവിടുത്തെ കൃപകളും വചനവും നിക്ഷേപിച്ച് വിവിധ രാജ്യങ്ങളിലേക്ക് അവരെ അയച്ചതിൻ്റെ പിന്നിലെ അങ്ങയുടെ വലിയ പദ്ധതിയെ ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഈശോയെ, ഇതുവരെയും നേഴ്സസ് മിനിസ്ട്രി എത്തപ്പെടാത്ത എല്ലാ രാജ്യങ്ങളെയും ഓർത്തു ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടേക്ക് ഞങ്ങൾക്ക് കടന്നു ചെല്ലുവാൻ പരിശുദ്ധാത്മാവിനാൽ വാതിലുകൾ തുറക്കണമേ, വഴിയൊരുക്കണമേ നാഥ. ഞങ്ങൾ ബലഹീനരാണ് കർത്താവേ. ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന രോഗികളെ ശുശ്രൂഷിക്കാൻ മാത്രം അറിയാവുന്ന നേഴ്സുമാർ. എങ്കിലും ഞങ്ങൾ അറിയുന്നു ഈശോയെ, അങ്ങേ കൃപ ഞങ്ങൾക്കുണ്ടെങ്കിൽ ഞങ്ങൾക്കെല്ലാം സാധിക്കുമെന്ന്. അങ്ങേ തിരുവചനത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. വിശുദ്ധ പൗലോസ്ലീഹ കോറിന്തോസിലെ സഭയ്ക്കെഴുതിയ 2-ാം ലേഖനം 12-ാം അധ്യായം 9-ാം തിരുവചനത്തിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. നിനക്ക് എൻ്റെ കൃപ മതി, എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ കൃപ ഞങ്ങളിൽ നിറയുന്നതിനായി പൂർവാധികം സന്തോഷത്തോടെ ഞങ്ങളുടെ ബലഹീനതകളെ ഞങ്ങൾ ഏറ്റുപറയുന്നു. ഈശോയെ, ഞങ്ങളെ ശക്തനാക്കുന്നവനിലൂടെ വലിയ കാര്യങ്ങൾ ഈ ലോകത്തിൽ ചെയ്തു തീർക്കുവാൻ കൃപ നൽകണമേ കർത്താവേ. നേഴ്സസ് മിനിസ്ട്രിയുടെ ഓരോ പ്രവർത്തനങ്ങളെയും ദിവ്യകാരുണ്യനാഥ അങ്ങേ സന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. മിനിസ്ട്രി അല്ല കർത്താവേ, ഞങ്ങളിൽ ഓരോരുത്തരിലും അങ്ങ് വളരണം. ഞങ്ങളുടെ കൂട്ടായ്മയുടെ മധ്യസ്ഥ പ്രാർത്ഥനാ ടീം അംഗങ്ങളെയും നേഴ്സസ് ടൈമിൻ്റെയും മറ്റെല്ലാ പബ്ലിക്കേഷൻസിൻ്റെയും പിന്നിൽ വർദ്ധിക്കുന്ന ഓരോ മക്കളെയും അവരുടെ കുടുംബങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം ലഭിക്കും എന്ന വിശുദ്ധ മത്തായി സുവിശേഷം 6-ാം അധ്യായം 33-ാം തിരുവചനം ഈ മക്കളുടെ എല്ലാം ജീവിതത്തിൽ നിവൃത്തിയാകുന്നതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നേഴ്സുമാരിലൂടെ ലോകസുവിശേഷവൽക്കരണം സാധ്യമാകുന്നതിന് വേണ്ടി പ്രയത്നിക്കുന്ന ഞങ്ങളുടെ എല്ലാ എളിയ ശുശ്രൂഷകരെയും അവർക്കാവശ്യമായിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളും ദാനങ്ങളും വരങ്ങളും നൽകി അനുഗ്രഹിക്കണമേ. ധൈര്യപൂർവം ലോകം മുഴുവനും അങ്ങേ വചനവും സ്നേഹവുമായി ചുറ്റി സഞ്ചരിക്കുവാൻ ഞങ്ങൾക്ക് ഇടയാക്കണമേ. തീക്ഷ്ണതയിൽ മാന്ദ്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിനെ ശുശ്രൂഷിക്കുന്നവരായി നേഴ്സസ് മിനിസ്ട്രിയിലെ ഓരോ അംഗങ്ങളെയും ഞങ്ങളുടെ എല്ലാ ശുശ്രൂഷകരെയും അനുഗ്രഹിക്കണമേ എന്നും ഞങ്ങളുടെ ഓരോ പ്രാർത്ഥനാ കൂട്ടായ്മകളും പരിശുദ്ധാത്മാഭിഷേകം നിറഞ്ഞതാക്കി തീർക്കണമേ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങേ സ്തുതിച്ചാരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ ആരാധന, ഈശോയെ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്നേഹനിധിയായ ഈശോയെ, ഞങ്ങളുടെ ഈ പ്രാർത്ഥനയിൽ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന എല്ലാ നഴ്സുമാരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. ഈശോയുടെ സന്നിധിയിലായിരിക്കുമ്പോൾ അവരുടെ പ്രവർത്തന മേഖലകൾക്കും വ്യക്തിജീവിതങ്ങൾക്കും കുടുംബജീവിതത്തിനും ദിവ്യകാരുണ്യ സന്നിധി ആശ്വാസവും തണലുമായി മാറട്ടെ. ഞങ്ങൾ ഓരോരുത്തരെയും അഗാധമായി സ്നേഹിക്കുന്നുവെന്ന് ഞങ്ങൾ ദിവ്യകാരുണ്യത്തിലൂടെ മനസ്സിലാക്കുന്നു. ഓരോ സമയവും ഞങ്ങൾ ഈശോയുടെ മുൻപിൽ അണയുമ്പോൾ എത്രമാത്രം സ്നേഹത്തോടും കരുണയോടും കൂടെയാണ് നീ ഞങ്ങളെ സ്വീകരിക്കുന്നത്. ജീവിതത്തിൽ ഞങ്ങൾ തളർന്നു വീഴുമ്പോഴും
ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ ഞങ്ങളെ ഞെരുക്കിക്കളയുമ്പോഴും വിശ്വാസ ജീവിതത്തിൽ സ്ഥിരതയില്ലാതാകുമ്പോഴുമൊക്കെ നിൻ്റെ സന്നിധിയിലേക്ക് ഓടി വരുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. പരിശുദ്ധ ദിവ്യകാരുണ്യത്തിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ നമുക്ക് ആത്മാർത്ഥമായിട്ട് തന്നെ പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതങ്ങളെ അവിടുന്ന് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഈ ആരാധനയിൽ ഇവിടെയും വിദൂരത്തായിരുന്നു പങ്കുചേരുന്ന എല്ലാവരെയും ഈശോ കാരുണ്യപൂർവ്വം നോക്കട്ടെ. നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യകടാക്ഷം തൂഗണമേ വത്സലസുധരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ദിവ്യകാരുണ്യ ആരാധനയിലൂടെ നമ്മെ അനുഗ്രഹിച്ച ഈശോനാഥന് നന്ദി പറയാം. ഒപ്പം ആ ദൈവ സാന്നിധ്യത്തിൽ എപ്പോഴും ജീവിക്കാനും നമുക്ക് ശ്രമിക്കാം. അനുദിനമുള്ള നമ്മുടെ ജീവിത തിരക്കുകൾക്കിടയിലും ആത്മാവിൽ എപ്പോഴും ഈശോയോട് ചേർന്നിരിക്കാൻ നമുക്ക് സാധിക്കട്ടെ. അതിനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സുമാരെയും അവരുടെ കുടുംബാംഗങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നഴ്സും ഒരു വിശുദ്ധയായി ഒരു വിശുദ്ധനായി തീരട്ടെ. ആമേൻ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. അങ്ങ് ഞങ്ങളുടെ നാഥയും സംരക്ഷകയുമാകണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിലെത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. ദൈവത്തെ വാഴ്ത്തിടുവിൻ, ദൈവനാമം വാഴ്ത്തിടുവിൻ. ദൈവവും മനുജനുമാ മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. മിശിഹാതൻ പൂജിതമാ തിരുനാമം വാഴ്ത്തിടുവിൻ.
ഉറവിടമാ